ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ രഞ്ജു ഫ്രം ബൈക്കി സൗണ്ട് അക്കാഡമി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഒരു ഓഡിയോ ഇൻ്റർഫേസിന് അൺബോക്സിംഗ് ആണ്. നമുക്കൊരു 25,000 ഉള്ളിൽ മേടിക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ഏറ്റവും ഹൈ ക്വാളിറ്റി, ആ ഒരു റേഞ്ചിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ ഇൻ്റർഫേസ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെന്ന് പറയുന്നത് ഓഡിയൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ID40 എന്ന് പറഞ്ഞ ഓഡിയോ ഇൻ്റർഫേസ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഓഡിയൻറ്റിൻ്റെ ID44 ഒരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി റേറ്റ് ഉള്ള ഒരു മോഡലാണ്. സെയിം ക്വാളിറ്റിയാണ്, പക്ഷേ അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയോ ഇൻ്റർഫേസ് നമ്മൾ ഓൾറെഡി അൺബോക്സിങ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സീരീസിൽ ID4 ഉണ്ട്. അത് ഏകദേശം ഒരു 16,000 റേഞ്ച് വരുന്നതാണ്. ID14 എന്ന് പറയുന്നത് ഒരു 25,000 26,000 ആണ്. ID24 ഉണ്ട്. അത് ഏകദേശം 35-38 അടുത്തുണ്ട്. പിന്നെ ID44 ഉണ്ട്. അന്ന് പറയുന്നത് ഒരു 56-60 ആ റേഞ്ചിൽ വരുന്ന ഒരു ഓഡിയോ ഇൻ്റർഫേസ് ആണ്. എല്ലാത്തിൻ്റെ ക്വാളിറ്റി സെയിം ആണ്. അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടിന് എണ്ണത്തിന് വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസമാണ് മെയിൻലി ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. അതിന് മുകളിൽ അതിൻ്റെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലേബിളും അതിൻ്റെ ബ്രാൻഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ സ്റ്റാൻഡായിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു യൂസർ ഗൈഡ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു 3 പേജുള്ളൂ. എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ് അതൊരു പേജിൽ തന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു ബോക്സ്, ജസ്റ്റ് ഒരു കവർ പോലെ. പിന്നെ നേരെ നമുക്ക് ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ഓക്കെ, ഓഡിയോ ഇൻ്റർഫേസ് ഇപ്പോൾ സൈഡിലിരിക്കട്ടെ. നമുക്കതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. വേറെ ഒന്നുമില്ല ഇതിനുള്ളിൽ. ഇത് ജസ്റ്റ് ഒരു USB-C to C കേബിൾ മാത്രമേ ഉള്ളൂ. ബോക്സ് കാലിയായി. അപ്പോൾ ഈ USB-C ടൈപ്പ് കേബിൾ വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓഡിയോ ഇൻ്റർഫേസ് നോക്കാം. അപ്പോൾ ഇതാണ് ഓഡിയോ ഇൻ്റർഫേസ്. ഞാനിത് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. നമുക്ക് ഒപ്പം പൊട്ടിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു കവറാണ്. ഒരു സിലിക്ക ജെൽ തന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഓഡിയോ ഇൻ്റർഫേസ്. വളരെ സ്ലീക്ക് ഡിസൈനാണ്. ഫുൾ മെറ്റൽ ബോഡി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ മെറ്റൽ ബോഡിയാണ്. നിങ്ങൾക്കറിയാം, ഫ്രണ്ടും ബാക്കും എല്ലാം മെറ്റൽ ബോഡി. അതുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഓഡിയോ ഇൻ്റർഫേസിന്. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഒരു ഫീൽ കിട്ടും ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മേടിക്കാവുന്ന ഏറ്റവും ഹൈ ക്വാളിറ്റി ഓഡിയോ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോം സ്റ്റുഡിയോ ആണെങ്കിലും ഒരു നോർമൽ സ്റ്റുഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്ന ഒരു ഓഡിയോ ഇൻ്റർഫേസ്. നമ്മുടെ സ്റ്റുഡിയോയിൽ നിങ്ങൾക്കറിയാം, നമ്മൾ വൈക്കി സൗണ്ട് പാർക്ക് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ നമുക്ക് ID44 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന് ഈ ഒരു മോഡൽ നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് ആദ്യം നോക്കാം. ജസ്റ്റ് അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ USB-C കണക്ഷൻ ഉണ്ട്. USB-C ആണ്, വേറെ പവർ സപ്ലൈ ഒന്നും വേണ്ട. USB-C കണക്ഷനാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരാം. ഇത് 2 XLR കണക്ഷൻ നമുക്ക് കൊടുക്കാം. 2 മൈക്ക് അറ്റ് എ ടൈം നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കൂടാണ്ട് ഇതൊരു കോംബോ ജാക്കാണ്. അപ്പോൾ നമുക്ക് ഗിറ്റാറോ കീബോർഡോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് 2 കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ID4 ആണ് നിങ്ങൾ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു XLR കിട്ടുള്ളൂ. രണ്ടാമത്തെ ലൈൻ ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ 2 മൈക്ക് കൊടുക്കാൻ പറ്റില്ല ID4ൽ. ഇത് ID14 ആണ്. ID14ൽ 2 മൈക്ക് അറ്റ് എ ടൈം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ 2 ഇൻസ്ട്രുമെൻറ്റ്, 2 ലൈൻ ഇൻപുട്ട്, കീബോർഡിനെ സ്റ്റീരിയോ ആയിട്ട് എടുക്കാം, അതേപോലെ ഗിറ്റാർ എടുക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ID4ൽ ഒരു മൈക്കേ പറ്റുള്ളൂ. ID14ൽ 2 മൈക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 4 സ്പീക്കറിലോട്ട് അറ്റ് എ ടൈം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഔട്ട്പുട്ട് ഇതിൻ്റെ 1, 2, 1L, 2R, 3L, 4R. അപ്പോൾ 4 ഔട്ട്പുട്ട് നമുക്ക് 2 പെയർ സ്പീക്കേഴ്സിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരാം. ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് 2 മൈക്കിൻ്റെ 2 നോബ്. അത് നമുക്ക് ഗെയിൻ നോബാണ്. ഗെയിൻ കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. അത് കൂടാണ്ട് താഴെ ഫാൻറ്റം പവർ 48. നിങ്ങൾക്കറിയാം, കണ്ടൻസർ മൈക്രോഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫാൻറ്റം പവർ കൊടുക്കേണ്ടി വരും. അതെന്ന് പറയുന്നത് 48 വോൾട്ട്സ് ആണ്. അപ്പോൾ 48 വോൾട്ട്സിൻ്റെ ഫാൻറ്റം പവർ നിങ്ങൾക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പറയുന്നത് ഒരു മൾട്ടിപർപ്പസ് നോബാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിലൊരു ബട്ടൺ കൂടിയാണ്. അപ്പോൾ നമുക്കിത് അസൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒരു ബട്ടണിലോട്ട് ഇത് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അസൈൻ ചെയ്തേക്കുന്നത് ആ ഫംഗ്ഷൻ ഓൺ ആവും. അങ്ങനെ മൾട്ടിപർപ്പസ് സ്വിച്ച് പോലെയാണ്. അപ്പോൾ മെയിൻലി നമ്മൾ ഇതിൻ്റെ മോണിറ്റർ ഔട്ട്പുട്ട് നമ്മുടെ സ്പീക്കേഴ്സിലേക്കുള്ള ലെവൽ സെലക്ട് ചെയ്യാൻ വേണ്ടി, അതേപോലെ ഹെഡ്ഫോണിൻ്റെ ലെവൽ. ഇപ്പോൾ നമുക്ക് ഹെഡ്ഫോണിൻ്റെ ലെവൽ കൂട്ടണമെങ്കിൽ ഹെഡ്ഫോൺ പ്രസ് ചെയ്തിട്ട് ഇത് തിരിച്ച് കഴിഞ്ഞാൽ ഹെഡ്ഫോണിൻ്റെ ലെവൽ കൂടും. അത് ഓഫ് ആക്കിയിട്ട് നോർമൽ സ്പീക്കറിൽ പ്രസ് ചെയ്ത് തന്നെ ചെയ്യണമെങ്കിൽ സ്പീക്കേഴ്സിൻ്റെ ലെവൽ കൂടും. അതാണ് ഇതിൻ്റെ. അതേപോലെ ഈ ID ബട്ടണും നമുക്ക് അസൈനബിൾ ആണ്. ഏതൊരു ഫംഗ്ഷനിലോട്ട് നമുക്കത് അസൈൻ ചെയ്യാം. നമ്മൾ എന്താണ് അസൈൻ ചെയ്യുന്നത്, നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഓൺ ആവും. പിന്നെ നമുക്ക് ആ നോബ് തിരിച്ച് വേണമെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു DI ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ലൈൻ ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു DI ബോക്സ്, നിങ്ങൾക്കറിയാം, ഒരു
അൺബാലൻസ് കണക്ഷനെ ബാലൻസ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ DI യൂസ് ചെയ്യണം. അപ്പോൾ DI എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബാലൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾക്കൊരു കേബിൾ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും അൺബാലൻസ് കണക്ഷൻ റൺ ചെയ്യാൻ പറ്റില്ല. അൺബാലൻസ് എന്ന് പറയുന്നത് TS ആണ്. സാധാ ഫോണോ കണക്ഷൻ എന്ന് പറയും അത്, അല്ലെങ്കിൽ TS എന്ന് പറയും. അത് അൺബാലൻസ് കണക്ഷനാണ്. അത് നമുക്ക് ഒരുപാട് ദൂരെ നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിനെ ബാലൻസ് ആക്കിയിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാക്കുന്നതിൻ്റെ ഒരു മെയിൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നോയ്സ് കുറയും, അതേപോലെ സിഗ്നൽ വളരെ ക്ലീൻ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ബാലൻസ് കണക്ഷൻ അൺബാലൻസ് തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഇതെന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഹൈ ഇൻപുട്ട് കൊടുക്കാവുന്ന ഒരു കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഗിറ്റാറൊക്കെ നേരിട്ട് കൊടുക്കാം, ബേസ് ഗിറ്റാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഹെഡ്ഫോൺ ജാക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്കിന് പ്രത്യേകത ഉണ്ട്. നമുക്ക് സാധാ TRS കണക്ഷനും കൊടുക്കാം, അതേപോലെ നോർമൽ നമ്മുടെ ഹെഡ്ഫോണിൻ്റെ പിന്നും 3.5 mm കണക്ഷനും തന്നിട്ടുണ്ട്. രണ്ടും നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ LED സിഗ്നൽ അറിയാൻ വേണ്ടി എത്ര ലെവലുണ്ട് അതറിയാൻ വേണ്ടി LED ലൈറ്റിംഗ് പീക്ക് ഇൻഡിക്കേഷനും അതേപോലെ LED ലൈറ്റിംഗ് തന്നിട്ടുണ്ട്. അതേപോലെ തൊട്ട് താഴെ USB കണക്ഷൻ ഓൺ ആണോ ഓഫ് ആണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബാക്കി കാര്യം കവർ ചെയ്തായിരുന്നു, ഈ ഒപ്റ്റിക്കൽ ഇൻപുട്ട്. ഈ ഒപ്റ്റിക്കൽ ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കറിയാം 2 മൈക്കേ നമുക്ക് അറ്റ് എ ടൈം കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് കുറച്ചുകൂടി മൈക്ക് ഇൻപുട്ട്, ഒരു ഡ്രം റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ അറ്റ് എ ടൈം ഒരു 7-8 മൈക്ക് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രീ ആമ്പിൻ്റെ ഒരു സ്ട്രിപ്പ് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ബെറിഞ്ചർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, ഓഡിയൻ്റ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് കമ്പനീസ് ആർട്ട് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, ഫോക്കസ് റൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു ചാനൽ മേടിക്കാൻ കിട്ടും. അതിനകത്ത് നമുക്കൊരു 8 മൈക്ക് വരെ നമുക്ക് ഈ ഒരു ഒറ്റ ഓപ്റ്റിക്കൽ കണക്ഷൻ നമ്മൾ അതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ഇൻപുട്ട് പ്ലസ് നമുക്ക് ആ 8 ഇൻപുട്ട് കൂടി കിട്ടും. അപ്പോൾ മൊത്തം 10 ഇൻപുട്ട് ഈ ഒറ്റ ഓഡിയോ ഇൻ്റർഫേസ് ഹാൻഡിൽ ചെയ്യും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ID4 ഈ ഒപ്റ്റിക്കൽ കണക്ഷൻ ഇല്ല, ID14 തൊട്ട് മുകളിലേക്കേ ഉള്ളൂ. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ 10 ഇൻപുട്ട് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒറ്റ ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് 10 ഇൻപുട്ട് കിട്ടും. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡിയോ എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈക്ക് റെക്കോർഡിംഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഓഡിയോ ഇൻ്റർഫേസ് കൊടുക്കേണ്ട ആവശ്യമില്ല, വേറെ ഓഡിയോ ഇൻ്റർഫേസ് മേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഒറ്റ ബെറിഞ്ചറിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ട് എന്ന് പറഞ്ഞ കമ്പനി പ്രീആംപ്സ് ഉണ്ടാക്കും, ഒരുപാട് പ്രീആംപ് ഉണ്ടാക്കുന്ന കമ്പനീസ്. നമുക്ക് അങ്ങനെ പല മോഡൽ പ്രീആംപ്സ് കിട്ടും, സോളിഡ് സ്റ്റേറ്റിന് കിട്ടും, ട്യൂബ് ആംപ്സ് കിട്ടും, ഓരോരോ ക്വാളിറ്റി വെച്ചിട്ടുള്ള പ്രീആംപ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. RMEയുടെ പ്രീആംപ്സ് അത് കുറച്ചുകൂടി കൂടിയതാണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ ഏകദേശം ബെറിഞ്ചറിൻ്റെ ഒക്കെ അത്യാവശ്യം ഒരു 28,000 30,000 നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് കഴിഞ്ഞാൽ അതൊരു ഓഡിയോ ഇൻ്റർഫേസ് അല്ല, മെയിൻ ഓഡിയോ ഇൻ്റർഫേസ് ഇതായിരിക്കും. ജസ്റ്റ് ഒരു എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒറ്റ ഒരു ഒപ്റ്റിക്കൽ കണക്ഷൻ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഇൻപുട്ട്സ് കൂടാണ്ട് അതിൻ്റെ ഒരു 8 ഇൻപുട്ട് കൂടി കിട്ടും. മൊത്തം നമുക്ക് 10 ഇൻപുട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അതാണ് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് ഞാൻ ഈ ഒരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. ഞാൻ Evo 8 ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഞാൻ മേടിച്ചത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ്, വളരെ ഹൈ ക്വാളിറ്റി ഒരു ഇൻ്റർഫേസാണ്. ഇതാണ് ഈ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ഒരു ഫീച്ചേഴ്സ്. അടുത്ത വീഡിയോയിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം, കാരണം നമ്മളൊരു മൈക്ക് കൂടി മേടിച്ചിട്ടുണ്ട്. അത് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഏത് മൈക്കാണ്, അതിനെ ടെസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ആ മൈക്കും ഈ ഓഡിയോ ഇൻ്റർഫേസും കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ടെസ്റ്റിംഗ് ചെയ്യാം, ഒരു സാമ്പിൾ ചെയ്യാം. നിങ്ങൾക്ക് റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴേക്കാർ നമ്പറിൽ വിളിച്ചു ചോദിക്കാം. നമ്മളിതിൻ്റെ വീഡിയോ ലെസൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഓരോരോ വീഡിയോ നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. അതേപോലെ എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. അതിനകത്ത് ബേസിക് തൊട്ട് ഒന്നും അറിയാത്ത ഒരാൾക്കും പഠിക്കാവുന്ന രീതിയിൽ ബേസിക് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.